ഹായ് വ്യൂവേഴ്സ്, അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതിനങ്ങ തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് അരമുറിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതിനെ വറുത്തെടുക്കാം. ചെറു തീയിലിട്ട് കുറച്ച് സമയം അധികം എടുത്തിട്ട് വറുത്തെടുക്കണം. കാരണം തീയലിന് തേങ്ങ വറുക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇപ്പം ചെറു തീയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. സാമ്പാറിനേക്കാളും കുറച്ചൊന്ന് അധികമായിട്ട് ഇതിനെ വറുത്തെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.25 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കിയിട്ടാണുള്ളത്. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോയിലിട്ടിട്ട് 1-2 മിനിറ്റ് നേരം പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടൊന്ന് ലോ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ തന്നെ ഇത് പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്ലെയിം ഒന്ന് മാറ്റാം. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ വഴുതിനെ ഒരു പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, 2 പച്ചമുളക്, തക്കാളി. വഴുതിനയും ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വഴുതിനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് കളർ മാറി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച തക്കാളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ 1-2 പ്രാവശ്യമായിട്ട് ഇളക്കിയിടാൻ മറക്കരുത്. ഇനിയിപ്പം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയൊക്കെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം വഴുതിനയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ നമ്മൾ ഒരു 3-4 മിനിറ്റ് നേരം ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തീയലിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതേപോലെ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അരിച്ചു വെച്ച പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളത്തിനകത്താണ് പുളി കുതിർത്തിട്ട് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് വളരെ ചെറിയൊരു പീസ് ശർക്കര. പിന്നെ ഇതിലേക്ക് ഈ കറിയിലേക്ക് ചൂടുവെള്ളം തന്നെ ചേർക്കണം. അതിലേക്ക് 1.5 ഗ്ലാസോളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വഴുതിനയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കറി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് തളിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ
അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതിനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി കിട്ടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.